കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ദമ്പതികളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ നടക്കും. ആറളം സ്വദേശി വെള്ളി, ഭാര്യ ലീല എന്നിവരാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ആറളം പഞ്ചായത്തിൽ UDFും BJPയും ഹർത്താൽ ആചരിക്കുന്നുണ്ട്. വനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ആറളത്ത് ഇന്ന് സർവകക്ഷി യോഗവും ചേരുന്നു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജോ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ആറളത്തെ സ്ഥിതി അത് പറയാൻ കഴിയുന്നതല്ല. കാരണം ഈ രീതിയിൽ എത്രാമത്തെ ആളാണ് ഇന്നലെ കൊല്ലപ്പെട്ടത് എന്നത് കണക്കുകൾ അത് നമ്മളെ ഭീതിപ്പെടുത്തുന്നതാണ്. അപ്പോൾ അതിലൊരു അടിയന്തര ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുണ്ടാകണം. പല കോണുകളിൽ നിന്നും പ്രതിഷേധം ഉയരുന്നു. ഇന്നിപ്പോൾ അവിടെ ഹർത്താൽ നടക്കുന്നു, സർവകക്ഷി യോഗം വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് പരിഹാരമാണ് ആളുകൾക്ക് നിർദ്ദേശിക്കാനുള്ളത് എന്നൊരു സുപ്രധാന ചോദ്യമുണ്ടല്ലോ. വിവരങ്ങൾ പറയും. പ്രജിൻ, ആറളം ഫാം, പുനരധിവാസ മേഖല, പരിസര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലായി എടുത്താൽ 2009 മുതൽ ഇങ്ങോട്ടേക്കുള്ള കണക്കുകൾ പരിശോധിച്ചാൽ 19 മനുഷ്യരുടെ ജീവനുകൾ നഷ്ടമായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലാണ് വീണ്ടും ഒരു ദുരന്തത്തിനു കൂടി ആറളം ഫാം പുനരധിവാസ മേഖല സാക്ഷ്യം വഹിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് 2 വയോധികരുടെ ജീവൻ കശുവണ്ടി ശേഖരിക്കുന്നതിനിടെ നഷ്ടമായത്. വലിയ പ്രതിഷേധ വേലിയേറ്റം ആറളം ഫാം മേഖലയിൽ ആറളം പഞ്ചായത്തിൽ ഉൾപ്പെടെ കണ്ടു. 2 മൃതദേഹങ്ങൾ ഉൾപ്പെടെ കയറ്റിയ ആംബുലൻസ് അടക്കം തടഞ്ഞിട്ട് അർദ്ധരാത്രി കടന്നും പുനരധിവാസ മേഖലയിലുള്ള ആളുകൾ പ്രതിഷേധിക്കുന്നത് കണ്ടു. ഇന്നിനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പരിയാരം ഏറ്റവും ഒടുവിൽ ജനപ്രതിനിധികൾ ഇടപെട്ടു. പിന്നീട് സബ് കളക്ടർ തന്നെ സ്ഥലത്ത് വന്ന് ചർച്ച നടത്തി. ഏറെ നേരം ചർച്ച നടത്തി ആളുകളെ എഴുന്നേൽപ്പിച്ചാണ് മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയത്. 11 മണിയോടുകൂടി അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകും. തുടർന്ന് വൈകിട്ടോടുകൂടി ആറളം ഫാം അമ്പലക്കണ്ടി മേഖലയിൽ സംസ്കാരം നിലയ്ക്കാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനിടെയും വലിയ പ്രതിഷേധങ്ങൾ ഇന്നും ഉണ്ട്. ഞാൻ നിൽക്കുന്നത് ആറളം പഞ്ചായത്തിന്റെ ഭാഗമായ ആറളം ഫാമിന്റെ പ്രവേശന കവാടമായ കീഴ്പള്ളിയിലാണ്. യഥാർത്ഥത്തിൽ അകത്തേക്ക് കയറണമെന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് അകത്തേക്ക് പ്രവേശിക്കുന്നത് സുരക്ഷിതമല്ലാത്തതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ആറളം പഞ്ചായത്തിൽ ഇന്ന് UDFും BJPയും ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്നതാണ്. വാഹനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം മറ്റ് കടകളും മറ്റും അടച്ചിടണമെന്ന ആഹ്വാനവും നിർദ്ദേശവുമാണ് അവർ നൽകിയിട്ടുള്ളത്. അതിൽ ഒരു വശത്ത് പ്രതിഷേധം, മറ്റൊന്ന് ഈ പുനരധിവാസ മേഖലയിലെ ജനങ്ങൾ വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ഇന്ന് മന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ ആറളം പഞ്ചായത്തിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. അതായത് പ്രധാനമായും ആറളം ഫാമിനു വേണ്ടി മാത്രമായി തയ്യാറാക്കിയിട്ടുള്ള പല കർമ്മ പദ്ധതികളുമുണ്ട്. അതിൽ പലതും ഇഴയുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ആനമതിൽ നിർമ്മാണം ഇഴയുകയാണത്. ഭാഗികമായി മാത്രമേ അതിന്റെ പ്രവർത്തികളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ ഭാഗികമായാണ് ആ നിർമ്മാണ പ്രവർത്തനം എത്തി നിൽക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് അത് പോകുന്നില്ല. അതിന് വേഗം പോരാ. 3 വർഷം മുൻപ് തന്നെ പ്രഖ്യാപിക്കുകയും പ്രവൃത്തിയിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്തിട്ടും ഇപ്പോഴും അത് ഭാഗികമായി നിൽക്കുകയാണ്. ആനമതിൽ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കണം എന്നതാണ് ഒരാവശ്യം. ഫെൻസിംഗ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പൂർണ്ണമായും ഫെൻസിംഗ് ഉറപ്പിക്കണം. മറ്റൊന്ന്, പുനരധിവാസ മേഖലയിൽ 50-ലധികം കാട്ടാനകൾ പുനരധിവാസ മേഖലയിൽ, അതായത് രാജ്യത്തെ ഏറ്റവും വലിയ ആദിവാസി പുനരധിവാസ മേഖലയാണ്. അവിടെ ജനങ്ങൾക്ക് ഭൂമി പതിച്ചു കൊടുത്തതാണ്, അവിടെ പുനരധിവസിപ്പിച്ചതാണ്. ആ മേഖലയിൽ മാത്രം 50-ലധികം കാട്ടാനകൾ തമ്പടിച്ചിട്ടുണ്ട്. ആ കാട്ടാനകളെ പൂർണ്ണമായും ആ പുനരധിവാസ മേഖലയ്ക്ക് പുറത്തേക്ക് അല്ലെങ്കിൽ വനത്തിലേക്ക് തുരത്തേണ്ട ആവശ്യകതയുണ്ട്. ഒപ്പം നേരത്തെ പതിച്ചു നൽകി പിന്നീട് ഏറ്റെടുക്കാതെ കിടക്കുന്ന ഭൂമിയിലൊക്കെ കാട് പിടിച്ച് അവിടെ കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായിട്ടുണ്ട്. അത് പലപ്പോഴും വീടുകൾക്ക് മുന്നിൽ ജനവാസ മേഖലയിൽ കൃഷിയിടങ്ങളിലൊക്കെ എത്തുന്ന സാഹചര്യം. അതുകൊണ്ട് ആ കാര്യത്തിൽ അവിടെ തെളിച്ചാൽ, ആ ഭാഗങ്ങൾ പുനരധിവാസ മേഖലയുടെ ഭാഗമായ പ്രദേശം തന്നെയാണ്, അവിടെ തെളിച്ചാൽ കുറെ കൂടി സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയും. വനാതിർത്തി മേഖലകളിൽ ഫെൻസിങ്ങും ട്രെഞ്ചും ഒപ്പം അടിക്കാട് തെളിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്താൽ കുറെ കൂടി സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയും. ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ. ഒപ്പം കൂടുതൽ RRT സംഘം, മനുഷ്യവിഭവശേഷിയുള്ള RRT സംഘത്തെ കൂടുതൽ അവിടെ നിയോഗിക്കേണ്ടതുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ അടിയന്തരമായി ഇപ്പോൾ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതായത് ആ കവാടത്തിന് മുന്നിൽ നിൽക്കുകയാണ്, അതിനകത്തേക്ക് കടക്കാൻ എന്താണ്, അതായത് ഒരു സുരക്ഷാ പ്രശ്നം, സുരക്ഷിതമാണോ എന്നൊരു സംശയമുള്ളത് കൊണ്ടാണ് നമ്മൾ പോലും അവിടെ നിൽക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ കാര്യങ്ങൾ അത്രമാത്രം ഭീതിപ്പെടുത്തുന്നതാണ്, ഗൗരവമുള്ളതാണ്. ഈ സജോ ഇപ്പൊ പറഞ്ഞ ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിലനിൽക്കുന്നതുമാണ്. എന്തുകൊണ്ട് ഇതുവരെയും അതിലൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന ചോദ്യമാണ് വരുന്നത്. ഇപ്പോൾ 2 പേരുടെ മരണം സംഭവിക്കുമ്പോഴാണ്, ഈ രീതിയിൽ സംഭവിക്കുമ്പോഴാണ് അതിലേക്ക് വീണ്ടും വെളിച്ചം വരുന്നത്. പക്ഷേ അങ്ങനെയല്ലല്ലോ വേണ്ടത്. അപ്പോൾ ഇവിടെയാണ് എന്താണ് ഇതിന്റെ യഥാർത്ഥ പ്രശ്നം? എന്തുകൊണ്ട് ഈ പറയുന്നത് പോലെ ഈ വനാതിർത്തിയിൽ നമുക്ക് ഈ മതിൽ കെട്ടാൻ കഴിയുന്നില്ല? അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നുണ്ടോ? എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണം?
പ്രജിന് ഏറെക്കാലം ചർച്ചകൾ, സർക്കാർ പ്രവർത്തനങ്ങളൊക്കെ പലപ്പോഴും ഈ കാര്യത്തിൽ വലിയ പദ്ധതി തുക ചെലവഴിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ആനമതിലിന്റെ കാര്യത്തിൽ ആദ്യഘട്ടത്തിലുണ്ടായത് കരാർ നൽകുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക നടപടിക്രമങ്ങളാണ്. മുറ പോലെ ആ കാര്യങ്ങൾ നടക്കുക എന്നതിൽ പലപ്പോഴും കാലതാമസം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ ആനമതിലിന്റെ പ്രഖ്യാപനം നേരത്തെ തന്നെ കഴിഞ്ഞ മന്ത്രിയടക്കം സ്ഥലത്തെത്തി നേരിട്ട് പ്രഖ്യാപിക്കുകയും കരാർ നൽകുകയും ചെയ്തതാണ്. പിന്നീട് അതിൽ സാങ്കേതിക നടപടിക്രമങ്ങളുണ്ട്. ഉദാഹരണത്തിന് അതിർത്തി അടയാളപ്പെടുത്തുക, മരം ആവശ്യമുള്ളത് മുറിച്ചു നീക്കുക, ഇത്തരം പലതരം സാങ്കേതിക തടസ്സങ്ങളെയൊക്കെ മറികടന്ന പ്രവൃത്തി ആരംഭിച്ചു. പക്ഷേ അതങ്ങനെ ഇഴയുകയാണ്. അത് വേഗത്തിൽ പൂർത്തീകരിക്കാൻ കരാറുകാരോട് ആവശ്യപ്പെടുക, ഏതെങ്കിലും തരത്തിൽ കരാറുകാരുമായി പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കുക, ഇത്തരം കാര്യങ്ങളിലേക്ക് വളരെ വേഗത്തിൽ പോകേണ്ടതായിരുന്നു. എന്തുകൊണ്ട് ഇത്രയും വൈകി എന്ന ചോദ്യത്തിന് യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് ഒരു ഉത്തരവുമില്ല എന്നതാണ് ഒരു വസ്തുത. ആ മേഖലയിൽ 11.5 കിലോമീറ്റർ ദൂരത്തിലാണ് ആനമതിൽ വേഗത്തിൽ പൂർത്തീകരിക്കേണ്ടത്. പക്ഷേ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, കരാറുകാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ചൂണ്ടിക്കാട്ടപ്പെട്ടത്. പക്ഷേ ഇത്രയും വൈകി. ഇനിയും വൈകിയാൽ ഇനിയും കൂടുതൽ മനുഷ്യജീവനുകൾ പൊലിയണോ? ഇത്തരം ഇടപെടൽ ഉണ്ടാകാൻ എന്നതൊരു പ്രസക്തമായ ചോദ്യമാണ്. പക്ഷേ ഇത്തരം ആളുകളുടെ മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടുകൊണ്ടോ ഇരിക്കുമ്പോഴും അവിടെ ആളുകൾക്ക് സുരക്ഷിതമായി പുറത്തിറങ്ങി നടക്കാൻ, സ്വന്തം കൃഷിയിടത്തിൽ ഇറങ്ങി നടക്കാൻ, അല്ലെങ്കിൽ വീടിന് മുറ്റത്തേക്ക് ഇറങ്ങാൻ ഒന്നും കഴിയാത്ത സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. എന്തുകൊണ്ട് വൈകി എന്ന ചോദ്യത്തിന് യഥാർത്ഥത്തിൽ ഉത്തരവൊന്നുമില്ല. ഇപ്പോൾ നേരത്തെ ഇന്നലെ തന്നെ ഒരു ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ആറളം പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ വിളിച്ചു ചേർത്തിരുന്നു. ഇന്ന് സർവകക്ഷി യോഗത്തിലും ഒപ്പം അതിനു മുൻപ് ജില്ലാ കളക്ടർ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം കൂടി ആറളത്ത് നടക്കും. ഈ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും അടിയന്തര ഇടപെടൽ വേണ്ട വിഷയങ്ങളിൽ വളരെ വേഗത്തിൽ തന്നെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കും എന്ന ഉറപ്പാണ് അവർ അവിടെ വന്ന് പ്രതിഷേധിച്ച നാട്ടുകാരെ അടക്കം അറിയിച്ചത്. ഇത്ര കാലം വൈകി, ഇത്രയും കാലം ആ മനുഷ്യർ അങ്ങനെ ഭയന്നും ഭീതിയിലുമൊക്കെ കഴിഞ്ഞവർക്ക് കൃഷിക്കും ജീവനുമൊക്കെ സുരക്ഷ കിട്ടിയില്ല. ഇനിയിപ്പോൾ അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കും അടിസ്ഥാനമില്ല. വലിയ പ്രതിഷേധം ഇന്നും ആറളം ഫാമും ആറളം പഞ്ചായത്തും ഒക്കെ സാക്ഷ്യം വഹിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം ആ മേഖലയിൽ അത്രയധികം 3500 കുടുംബങ്ങൾക്കാണ് ഭൂമി പതിച്ചു നൽകിയത്. അത്രയധികം ആളുകൾക്ക് അവിടെ ഭൂമിയുണ്ടപ്പോൾ അവിടെ താമസിക്കുന്ന ആളുകളുണ്ട്, അവിടെ സ്കൂളുണ്ട്, മറ്റ് സംവിധാനങ്ങളൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. ഇന്നും പ്രതിഷേധ വേലിയേറ്റം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ശരി, സജോ ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകിയത് ആറളം ഫാമിന് മുന്നിൽ നിന്നും. അവിടെ ഇന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകും എന്ന് ഉറപ്പാണ് എന്നാണ് സജോ പറയുന്നത്. കാരണം 2 പേരുടെ മരണം അതും ഈ രീതിയിലാണ് അവിടെ ഉണ്ടായിരുന്നത്. കുറേ വർഷങ്ങളായി തുടരുന്ന ഒരു പ്രശ്നമാണ് ആറളത്തേത്. ഇതിനു മുൻപുമുള്ള സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട്. അതിൽ എത്രയും വേഗം അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ അധികൃതർക്ക് സാധിക്കട്ടെ.